ബ്രോ അവിടെ വെച്ച് കണ്ട ഏതെങ്കിലും ഒരു കന്നഡ സിനിമ. ഓക്കെ, അപ്പോൾ ഒരു കഥ പറയാം. ഇദ്ദേഹം റോക്കി ബായ് ആവുന്നതിന് മുമ്പ് റോക്കിംഗ് സ്റ്റാർ ആയിരുന്ന കാലം. 70s അമിതാഭ് ബച്ചനും 90s നമ്മുടെ സുരേഷ് ഗോപിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അതേ പരിപാടി തന്നെയായിരുന്നു അക്കാലഘട്ടത്തിൽ മൂപ്പരും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആങ്കറി യങ് മാൻ സെറ്റപ്പ്. ഞാനൊരു 3-4 സിനിമയുടെ പേര് പറഞ്ഞുതരാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് രാംചാരി, മാസ്റ്റർ പീസ്, ഗൂഗ്ലി, സന്തു സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരു പടം ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ടതാണ്. അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലെയും സെറ്റപ്പ് ഒന്ന് തന്നെയാണ്. ഇദ്ദേഹം ഒരു സാധാരണക്കാരനായിരിക്കും, എന്നാൽ സമൂഹത്തിലെ അനീതികളെ തട്ടിക്കേൾക്കുക, സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യുന്നവനെ ഇടിച്ച് പഞ്ചറാക്കുക, അങ്ങനെ ഒരു ആക്ടറിന് മാസ് ഹീറോ ആയി മാറാൻ വേണ്ട എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ടുള്ള സിനിമകൾ. നമുക്ക് ഇദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു സീൻ നോക്കാം. വില്ലൻ നായകന്റെ വീട്ടിൽ കയറി ചെന്ന് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നായകന്റെ അമ്മയെയും അനിയത്തെയും ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് നായകനെ നിലക്ക് നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞ്. അപ്പൊ ഈ സീൻ അവസാനിക്കുമ്പോൾ നമുക്കറിയാം തൊട്ടടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. യെസ്, നമ്മുടെ നായകൻ വലിയൊരു ടിഫിൻ ബോക്സുമായി ഗുണ്ടകളുടെ സങ്കേതത്തിലേക്ക് സ്ലോ മോഷനിൽ നടന്നു ചെല്ലുകയാണ്. ബാക്കി നമുക്ക് ഊഹിക്കാലോ. ഓൾമോസ്റ്റ് ഇതേ പരിപാടികൾ തന്നെയാണ് ആളുടെ മിക്ക സിനിമയിലും ഉണ്ടായിരുന്നത്. ബട്ട് എനിവേസ്, KGF-ന് ശേഷമാണ് ഇദ്ദേഹത്തെ മറ്റ് സംസ്ഥാനക്കാർ തിരിച്ചറിയുന്നതെങ്കിലും അതിനൊക്കെ മുമ്പ് തന്നെ ആള് സ്വന്തം തട്ടകത്തിൽ ഒരു ബിഗ് ഷോട്ട് ആയിരുന്നു. അങ്ങനെ പറയാൻ കാരണം 2016 അവസാനമായിരുന്നു ഇദ്ദേഹത്തിന്റെ കല്യാണം. ഞാൻ ബാംഗ്ലൂർ വിടാൻ നിൽക്കുന്ന ഒരു സമയം. സോ ആ നാടിനോടുള്ള എന്റെ ഒരു അവസാനത്തെ മെമ്മറി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കല്യാണം പ്രമാണിച്ച് റോഡ് സൈഡിൽ ഉയർന്നു കണ്ട ഫ്ലക്സുകളായിരുന്നു. ഈ കല്യാണത്തെ അദ്ദേഹത്തിന്റെ ആരാധകർ റോയൽ വെഡിങ് എന്നായിരുന്നു അക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇദ്ദേഹം ഏതെങ്കിലും രാജകുടുംബത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ സിനിമാ പാരമ്പര്യമുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പണക്കാരനോ ആയിരുന്നില്ല. താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന അദ്ദേഹത്തിനെ വളർത്തി വലുതാക്കി ചക്രവർത്തിയാക്കിയ ജനങ്ങൾ തന്നെ ആ കല്യാണത്തിന് കൊടുത്തൊരു ടാഗ് ആയിരുന്നു റോയൽ വെഡിങ്.